ഓരോ വണ്ടി മാറി മാറി കയറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കാടൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാ വല്ല ബാക്ക് ഡോറിൽ നിന്ന് കയറേണ്ടി വരും. 1 2 അല്ല 5 സെക്യൂരിറ്റി അവിടെ. ഓച്ച് ബോയ്സങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ മലപ്പുറം ഒരു കല്യാണത്തിന് വേണ്ടി പോകാൻ പോവുകയാണ്. കല്യാണം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. എന്ന് വെച്ചാൽ അവരെന്നെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല ആരുടെ കല്യാണമാണെന്ന്. നമ്മൾ ആ കല്യാണത്തിന് പോകും വിളിക്കാത്ത അതിഥിയായിട്ട്. അവിടെ പോയിട്ട് 3 കല്യാണം നമുക്ക് പോകാനുണ്ട്. നമ്മുടെ ഫസ്റ്റ് കല്യാണമാണ്. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മാരേജ് ടുമാറോ. മലപ്പുറം എത്തണം 5-5.5 മണിക്കൂർ എടുക്കും. നമുക്കിപ്പോൾ ഇറങ്ങിയാലേ അവിടെ എത്തുള്ളൂ. ക്യാമറയുടെ പുറകെ ജോസഫാണ്. നമ്മൾ 3 ടൈപ്പ് കല്യാണത്തിൽ പോകുന്നുണ്ട്. ഇത് മുസ്ലിം മാരേജ് ആണ്, പിന്നെ ക്രിസ്ത്യൻ മാരേജ് പോകും, പിന്നെ ഹിന്ദു മാരേജിൽ പോകും. എവിടെ നിന്നാണ് അടി കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവർക്ക് ഗിഫ്റ്റ് വല്ലതും മേടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് തല്ല് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുത്ത് ഫ്ലാറ്റർ ചെയ്യാന്നുള്ള വിചാരമാണ് എനിക്ക്. അതിനു മുമ്പ് എനിക്ക് ഗിഫ്റ്റിന് കുറച്ച് വലിപ്പം ഉണ്ടെങ്കിൽ അടി കിട്ടാതിരിക്കത്തുള്ളൂ. അപ്പോൾ ചെറിയ ഗിഫ്റ്റ് കൊടുക്കരുത്, നമുക്ക് വേണ്ടത് വലിപ്പമാണ്. അപ്പോൾ ഒരു ബോക്സാണിത്, കണ്ടാലോ. അത്രയ്ക്കും വലിപ്പം ഇല്ല ഇതിന്, എന്നാലും ഇതിങ്ങനെ കൊണ്ടുപോകാം. പക്ഷേ ഇതിനകത്ത് കവർ ചെയ്യണം. നമ്മൾ ഗിഫ്റ്റ് ഒന്നും മേടിച്ചിട്ടില്ല. അപ്പം കൂടുതൽ ബുദ്ധി ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് പൈസ വെച്ച് നിറയ്ക്കുന്നില്ല. ജസ്റ്റ് 5K. ഓക്കെ, 5000 രൂപ. പേരൊന്നും എഴുതിയിട്ടില്ല, പേരൊക്കെ അവർക്ക് മനസ്സിലാവുമായിരിക്കും. 5K ഉണ്ട് നോക്കി. വർക്കൗട്ട് ആകുമായിരിക്കും. സെക്യൂർഡ് ബോയ്സ്, സെക്യൂർഡ്. ഈ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ നേരം. ചെറുതായിട്ട് സൈസ് ചെറുതാണല്ലോ ഇത്. ബോയ്സ് എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? കൊടുക്കുമ്പോൾ ഒട്ടും വെയിറ്റ് നോക്കി ഒരു ഇഷ്ടിക ഇട്ട് കൊടുക്കാമായിരുന്നു. താഴത്തായിട്ട് കുറച്ച് ഊട്ട ഫീലാവും. നമുക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ബോയ്സ്. ലുക്കിലല്ല പ്രാധാന്യം, വർക്കിലാണ്. പക്ഷേ ഇത് പണ്ടാരം ഊരി വരുന്നില്ല. ഒട്ട് ഇത് മലപ്പുറം എത്തുന്നവരെയൊക്കെ ഒട്ടിത്തീരും. കുഴപ്പമില്ല, ഇങ്ങനെ കൊടുക്കുക. അതിൻ്റെ പൊക്കത്ത് പേരൊക്കെ എഴുതണം, അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് മനസ്സിലായിക്കോളും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ഇറങ്ങാം ബോയ്സ്. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ബിയേർഡൊന്ന് ട്രിം ചെയ്തതാണ്. പുല്ല് എൻ്റെ മേത്തുണ്ട് മുടി. ഇവൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി കൊണ്ട് അവൻ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യിപ്പിച്ചേ. എനിക്ക് വലിയ വിശ്വാസം ഇല്ല. ഈ ഇൻവിറ്റേഷൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഏതോ ഒരുത്തിന് ഇൻവിറ്റേഷൻ എൻ്റെ കൂട്ടുകാരന് കിട്ടി, അവൻ്റെ കയ്യിൽ നിന്ന് ഷെയർ ചെയ്ത് പിന്നെ എനിക്ക് ഷെയർ ചെയ്ത് വന്നതാണ്. പക്ഷേ എനിക്ക് ഒരെണ്ണം പോകണം, ഏതെങ്കിലും ഇന്നത്തേക്ക് കല്യാണം ഉണ്ടാകുന്ന ചോദിച്ചപ്പം ഉണ്ടായിരുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം ബോയ്സ്. 4 മണിക്കൂർ 38 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് കുറച്ച് കുറവ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് ഫുൾ ഉറക്കമില്ലാതെ തന്നെ ഓടിക്കേണ്ടി വരും ഇവൻ ഓടിക്കുന്നുണ്ടെങ്കിൽ. ഇതിനു മുമ്പ് ഓർമ്മയാണോ അറിയത്തില്ല, ഇവൻ അതൊന്നും വ്ളോഗിലില്ലല്ലേ? വ്ളോഗിലുണ്ടോ? ഇല്ല. ഇവൻ എൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞ് നോക്കാറുണ്ട് ഇങ്ങനെ കാറിയാണ് ഇവനെ എഴുന്നേപ്പിച്ചത്. ഇത് വണ്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ഈ ആംഗിളിൽ. ഇങ്ങനെ ഞാനന്ന് 1 മണിക്കൂർ മയങ്ങിയ നീ കൊണ്ട് എടുപ്പിക്കുക. 1 മണിക്കൂർ മയം കൊണ്ട് ഇടിപ്പിക്കുവോന്നാ? അതെ. എന്താ ചോദ്യം? എനിക്ക് ഉറക്കം വരുന്നുണ്ട് കുറച്ച്. കിടന്നോ? ഞാൻ ഇടിപ്പിക്കത്തില്ല. ലോട്ടറി കളിക്കുന്നതൊക്കെയായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാം മുട്ടായി വല്ലതും ഉണ്ടാ? മുട്ടായി എന്തിനാണ്? ചവച്ചിരിക്കാനാ? ഒരു കിണ്ടിയില്ല ഇവിടെ. നിനക്ക് ഉറക്കം വരുന്നതന്നെ എൻ്റെ അടുക്കെ പറയണം. ഉറക്കം വന്നോണ്ട് ഓടിക്കരുത് കേട്ടാ. പിന്നെ അല്ല, പറഞ്ഞേക്കാം. ബോയ്സ്, അങ്ങനെ നമ്മൾ മലപ്പുറം എത്തി. മലപ്പുറം ഇപ്പം ഏതെങ്കിലും റോഡ് സൈഡിലായിട്ടാണ്. കല്യാണം 10:30 കണ്ട. ഇപ്പം 8:30 ആകുന്നേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട്. അവനോട് ബ്രഷൊക്കെ ചെയ്ത് റെഡിയാകുകയാണ് കല്യാണത്തിന് വേണ്ടി. ഏകദേശം ഒരു 150 കിലോമീറ്റർ ഞാൻ ഓടിച്ചു. പിന്നെ ബാക്കി എറണാകുളം വരെ അവനെ ഓടിച്ചായിരുന്നു. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഞാൻ ഓടിച്ചു. എന്ത് സ്ഥലം ഇത്? വെറുതെ ഞാൻ പോകുന്ന വഴി ഇങ്ങനെ വെറുതെ തുറന്നു വന്ന വഴിയായിരുന്നു. പറമ്പായിരിക്കും. നിനക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഏത് സ്ഥലമാണെന്ന്? മനസ്സിലാവുന്നുണ്ട് ഈ കമന്റിൽ പറയുക. ബോയ്സ്, ഞാൻ ഡ്രസ്സൊക്കെ മാറി. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 7 മിനിറ്റിൽ നോക്കി 7 മിനിറ്റ് നമ്മൾ അവിടെ എത്തും. 10:30 കല്യാണം. നമ്മൾ 9:00 എന്ത് ചെയ്യാൻ അറിയത്തില്ല. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ കണ്ട് ചെറുതായിട്ട് ഒരു പരിചയമില്ലാത്ത ഏതൊരു കല്യാണം. അവിടെ കല്യാണം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ 10:30 ആണെന്നൊക്കെ മാത്രം എനിക്കൊരു അറിവുണ്ട്. മലപ്പുറത്ത് ബിരിയാണി, കല്യാണത്തിന് ബിരിയാണിയെ കിടിലാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം ഞാൻ കിടിലാണെന്നൊക്കെ ഇങ്ങനെ എക്സ്പെക്ടേഷൻ എടുത്തിട്ട് അവസാനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ കല്യാണത്തിന് കൊള്ളത്തില്ലെന്നൊക്കെ പറയേണ്ടി വന്നു. അതുകൊണ്ട് നോക്കി കണ്ടും പറയണം. ബോയ്സ്, നമ്മൾ ഇപ്പോൾ വെഡിങ്ങിന്റെ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടില്ല, ആൾക്കാർ കുറവാ. നോക്കിയേ,
ആൾക്കാരൊട്ടും ആയിട്ടില്ല. വെഡിങ് കഴിഞ്ഞോ അല്ലെങ്കിൽ തുടങ്ങുമായിരിക്കും മോസ്റ്റ്ലി 10:30 കണ്ട. അപ്പം എനിക്ക് ഇപ്പൊ കയറിയാൽ ശരിയാകത്തില്ല. എന്നാലും ഇതിന്റെ ഫുൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് മെയിൻ ചാനലിൽ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ വെഡിങ് കയറി കഴിഞ്ഞിട്ട് അറിയില്ല എന്ത് പറ്റുമെന്ന്. എന്നെ ആൾക്കാർ തിരിച്ചറിയുവോ, അല്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെടുവോ, അല്ലെങ്കിൽ നാണക്കെടുവോ? കിടത്തില്ലായിരിക്കുമെന്ന് വിചാരിക്കുക. ഇതെങ്ങനെയാണ് എനിക്കിത് ഫുൾ എല്ലാം അറ്റൻഡ് ചെയ്യണം. അയ്യോ ദൈവമേ, ഇവിടെ തിരക്ക് കൂടുന്നു കേട്ടാ. ഓരോരോ വണ്ടി മാറി മാറി കയറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കാർഡൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ വല്ല ബാക്ക് ഡോറിൽ നിന്ന് കയറേണ്ടി വരും. 1, 2 അല്ല 5 സെക്യൂരിറ്റി അവിടെ, 5 പേര് ഏതിലും വഴി കയറും. ഫൈനലി ഞാൻ എന്റെ ഫസ്റ്റ് വെഡിങ്ങിന്റെ ഷൂട്ട് കഴിഞ്ഞു. അല്ല, എന്റെ ഫസ്റ്റ് വെഡിങ് അല്ല, ഈ ഫസ്റ്റ് വെഡിങ്ങില് നമ്മൾ നുഴഞ്ഞേറ്റം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചോദിക്കരുത് കേട്ടോ എന്തൊക്കെയാ നടന്നത്. എത്ര പണിയാണെന്ന് അറിയാവാ. എനിക്ക് ആരെയും അറിയത്തില്ല മോനെ. വിറ്റായിരുന്നു അതിനകത്ത് ഫുള്ളും. ഓ വിറ്റ് അവിടെ ചെന്നിട്ട് ആ ചേട്ടന്റെ ഡാഡിയുടെ അടുക്ക വന്നിട്ട് ഹലോ, അതൊക്കെ മെയിൻ വീഡിയോ കാണാം. ഒന്നും പറയുന്നില്ല. എനിക്ക് നാക്കൊക്കെ കുഴയുന്ന ഐസ്ക്രീം എല്ലാം കൂടെ കഴിച്ചിട്ട്. അപ്പൊ 5 മണിക്കൂർ തിരിച്ച് വീട്ടിലത്തേക്ക്. എന്നാലും നമുക്ക് ഇറങ്ങാം. വേറെ ഏതെങ്കിലും അടുത്ത് കല്യാണം ഉണ്ട്, അതിലോട്ടും പോവായിരുന്നു. നോക്കട്ടെ. എന്നുവെച്ചാൽ എനിക്കൊരു ഹിന്ദുവും ക്രിസ്ത്യനും കൂടി ഇനി ബാക്കിയുണ്ട്. ഞാൻ വീട്ടിലോട്ട് പോകുന്നതിനിടക്ക് ഗ്രാൻഡ് മോളിലോട്ടൊന്ന് കയറി. ഇവിടെ നമ്മുടെ വൈറൽ ഗേൾ ഉണ്ട്. ഇപ്പം 5:30 അവൾക്ക് 6:30 ആകുമ്പോഴാണ് ഈ ഓഫീസ് ക്ലോസ് ആകുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണണേ ഇവള്. ശല്യപ്പെടുത്തിട്ട് വരാം. കുറച്ച് ലോ പ്രൊഫൈൽ വെച്ചോ കേട്ടോ. ഇവിടെ ക്യാമറ അലൗഡ് ചെയ്യാറില്ല. അവിടെ ആ മൂലയ്ക്കായിട്ട് വല്ലതും കാണും. എല്ലാവരും നമ്മളെ തുറിച്ച് നോക്കും. അമൃത ആ മൂലയ്ക്കായിട്ടുണ്ട് കേട്ടോ. തേണ്ട് ഇറങ്ങി വരുന്നു. കണ്ടില്ലേ നമ്മളെ? എന്റെ മേലേക്ക് മറിഞ്ഞിരിക്കും. ആണോ? നിന്റെ പുറകിൽ ഞാൻ മറയത്തില്ല. കിണ്ടി. ഈ സോഫ കൊള്ളാല്ലേടാ. ആരും ഒക്കെ തുറിച്ച് നോക്കുന്നത് തന്നെ. ഞാൻ ഇവിടെ സോഫ മേടിക്കാൻ വന്നേ. മൈൻഡ് ചെയ്തിരുന്നു. എത്രയാ സോഫ? 80,000. You guys don't have anything expensive? You want expensive? That's original leather. So this is like fake leather or what? Call some manager. You're not showing me around, okay? This bitch. What? I'll complain you're not showing me around. There's nothing for you to buy here. This all Nothing. cheap stuff. Huh? I think you should buy some towels cause you barely bath, right? ഈഗോ വാങ്ങ. ഒരു 5 സോഫ ഒരുമിച്ച് വാങ്ങ്. എന്നിട്ട് എവിടെ കൂടെ ഇടാ? എന്റെ വീട്ടിൽ തികയത്തോ 10 പേർക്ക് കൊടുക്ക്. ഷൂ തുറന്ന് നടക്കുന്നു. കെട്ടാൻ മടിയോ? ചുമപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ടല്ലോ. റൊമാൻറ്റിക് അല്ലോ. ഞാൻ ഒരു കല്യാണത്തിന് പോയതാ. ആരുടെ കല്യാണം? ഇങ്ങനൊക്കെ നടന്നാ മതിയോ? കെട്ടണ്ടേ? പെണ്ണെ കിട്ടില്ലല്ലോ. പെണ്ണ് നിനക്ക് കിട്ടില്ല. അറിയാലോ. ജീവനുണ്ട്. ജീവനുണ്ടെന്നോ? ജീവനുണ്ടെന്ന്. എന്താ മോനെ കണ്ട ആൾക്കാർ എല്ലാരും കൈ കയറി പിടിക്കുവാണല്ലോ. ആം റെസ്ലിംഗോ? എന്റെ നാട്ടില് വേറെ ഭാഷയാണ്. ഇത് ഒറിജിനൽ ലെതർ ആണെന്ന് പറയുന്നു. 1,00,000 രൂപ. റിയൽ ലെതർ ഈസ് ഹാർഡ്. ഇറ്റ്സ് നോട്ട് കംഫി though. I mean, this is it get comfortable at a certain point of time. Certain? Do I have to wait it? I guess yeah. Wait on it for after buying like maybe couple of months. Couple of months? I don't know how. What do you mean by couple of months? I don't know. What is that? ഇതിനെക്കാട്ടി നല്ല അത് തന്നെ. ഇതെന്നാണ്ട് ആനപ്പൊക്കത്തിരിക്കുന്ന കണക്കുണ്ട്. ഇല്ല, അപ്പൊ എരുമപ്പൊക്കത്തിരിക്കുന്ന കണക്കുണ്ട്. Elephant leather എന്നൊക്കെ പറയല. അങ്ങനത്തെ ഒരു ലെതറാ. Hard things doesn't work on you. Yeah. Then you gotta look for something cheap. Cheap? You know. ഈ സ്റ്റൈൽ ചെയ്തതാണ്. കൊള്ളാമല്ലേ? Of course, ഒരു ബെഡ്റൂം കോൺസെപ്റ്റ് കൊണ്ടുവരണം. ഇത് കോൺസെപ്റ്റ് എന്താണെന്നറിയോ? അതിന് തലേണ പുതപ്പം വെക്കുന്നതാണ്. എടാ ഈ മൊണോട്ടണസ് ആയിട്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യണം. ലൈക്ക് യു ഹാവ് ടു ആഡ് സംതിങ്. പിന്നെ ഇതിൽ നമ്മളൊരു കോൺസെപ്റ്റ് വെക്കണം. ഇതിപ്പോ ഒരു ഓണം തീം, ഓണം വൈബ് അടിക്കുന്നില്ലേ? ഡിസൈനെ കുറിച്ച് വിവരമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യം. എംബ്ലിഷ്മെന്റ് എന്താണെന്നറിയില്ലല്ലോ നിനക്കപ്പം മിണ്ടാണ്ടിരിക്കും. വെറുതെ വെറുപ്പിക്കണ്ടിന്. ബെഡ് ട്രൈ ചെയ്യാവാ? Yeah, sure. It's suitable for all ages. I think you should try. ഒറ്റയ്ക്ക് ട്രൈ ചെയ്യണോ? ഒറ്റയ്ക്ക് ട്രൈ ചെയ്യാം. കൂടെ ഉള്ളവനെയും കൂടെ ആഡ് ചെയ്യാം. ആണോ? What the shit? What kind of dumb ass bed is that? You have
gas. What can we do? ഇത് ബെഡ് പോയിട്ടൊരു കിണ്ടിയില്ലല്ലോ, എന്തോ ഇത്? No, the thing is that the mattress is very hard. You know. It's There's a lot of things that's going around that is hard. I don't want more hardness, okay? because expensive things are hard. It's rare to get. You know that, right? ഒരു നിമിഷത്തേക്ക് ഞാൻ വിചാരിച്ചു ഒടിഞ്ഞു പോയത്. ഞാനും ഓർത്ത് ഓടിഞ്ഞത് പടയെന്നൊരു സൗണ്ട്. എന്താണ്? ഇതുണ്ട് ബ്ലൂ കാച്ച്. ഓ, നീലയൊക്കെ അടിച്ചു വെച്ചിരിക്കുകയാണോ? ഇതൊന്നും എടുക്കല്ലേ. എന്ത്? ഞാൻ മീശോ എടുക്കും. മീശോ അടിച്ചിട്ടില്ലെന്ന്? But what is the use of this hair? I always have It's a that. dead cat. It's for like noise reduction. If it's too windy and all that. If it's too Indian. If it's too windy. Oh, windy. Okay. Too Indian. ഞാൻ നിനക്ക് വരച്ചു തന്ന അവളുടെ ഫോട്ടോ. സൂപ്പറാണല്ലോ. വണ്ടി പോയി എണ്ണാരെ പോലെ ഫോട്ടോ ഞാനല്ല. ആ ഇവൾക്ക് വരച്ചു കൊടുത്തത്. ഇത് ഞാൻ. അയ്യോ, ഇതാണ് ഞാൻ. ഇത് ഞാനാ. അത് വേറെ നീ ആ സ്ക്രിബിൾ ഏറ്റവും സെറ്റ് നിന്റെ കറക്റ്റ് ഫേസ് ഉണ്ട്. കറക്റ്റാ ഫേസ് ആയത്. ഇത് കൊള്ളാം കേട്ടാ. എൻ്റെ കാലൊക്കെ പൊങ്ങി വരുന്നു. എത്ര? 2 ലക്ഷമോ? അത്രയ്ക്ക് കൊള്ളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടുണ്ട്. ഈ 2 ലക്ഷത്തിന് ഇവിടെ ബാക്കി 4 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു 100 ഇഞ്ചിന്റെ TV മേടിക്കാം. അതാണ് കൂടുതൽ പോകത്ത്. ഇവിടൊക്കെ സോഫ മേടിക്കാൻ പറ്റുവാണെങ്കിൽ മേടിച്ചാൽ മതി. മേടിക്കാനൊക്കെ പറ്റുക. ഇത് ഫംഗ്ഷന് ഹാഫ് ലെതർ ആണ്. നീ പോവാണോ? ഞാൻ പോവാ. ജോലി ഉണ്ടാ? ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്. എന്താണ് നമ്മുടെ? എന്റെ വർക്ക് ഗൂഗിളിൽ അടിച്ചാൽ മതി. വിഷ്വൽ മെർച്ചൻഡൈസർ. എടാ, ഒരു സാധനം അവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്തോട്ട് വെക്കലല്ലേ നിന്റെ പണി. വിഷ്വൽ മെർച്ചൻഡൈസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ടേബിളെ കുറെ സാധനം അടുക്കി വെക്കുന്നു. ആ, ടേബിളിൽ നിന്ന് ഒരു ടേബിളിൽ നിന്ന് മറ്റേ ടേബിളിലോട്ട്. നീ ആദ്യം അത് മേടിക്കണം. അത് കണ്ട അങ്ങോട്ട് അത് കണ്ട അങ്ങനെ ചുമ്മാ സാധനം വെക്കുന്നു. അതെ അതെ, ഇതാണ് വർക്ക്. അത് നിങ്ങൾക്ക് ടേബിളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സാധനം വെക്കാൻ അറിയാമെങ്കിൽ മാസം 45,000 രൂപ കിട്ടും. ഗരീബ് ഹൂ, ദരിദ്രവാസി. ദരിദ്രവാസി ദരിദ്രവാസി ആത്മീ ഹൂ, കൃപയാ ധ്യാൻ ദീജിയേ. ബോയ്സ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പൊക്കത്തോട്ട് വന്ന് ഞാൻ എന്തായാലും വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഡ്രിങ്ക്സ് ഒക്കെ ഞാൻ ജസ്റ്റ് കണ്ണുകൊണ്ട് കണ്ടിട്ട് തൃപ്തി മേടിക്കുകയാണ്. ബോയ്സ്, കിറ്റ്കാറ്റിൻ്റെ ഇവിടെ എന്തുകൊണ്ട് കിറ്റ്കാറ്റിൻ്റെ സാധനം ഇവിടെ സ്റ്റാർബക്സ് ഉണ്ടല്ലോ. ഇതുണ്ട് റെഡ് ബുള്ളിന്റെ കാപ്പിയാ. ഇത് മോൺസ്റ്ററിന്റെ ഒക്കെ ഉണ്ട്. ഫുൾ സെലക്ഷൻ ഉണ്ട് ഇവിടെ. ഇത് കൊള്ളാലോ. ഇത്രയും സെലക്ഷനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 0 ഷുഗറിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഇല്ല ടെക്നിക്കലി. കുടിക്കുക അപ്പം എനിക്ക് മനസ്സ് വരുന്നുണ്ട് മോൺസ്റ്ററിൻ്റെ എല്ലാ ഡ്രിങ്കും എടുക്കാൻ.